അഡ്വക്കേറ്റ് ടി ബി മിനി, അങ്ങനെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. രാവിലെയൊക്കെ താങ്കളുടെ പല വിധത്തിലുള്ള പ്രതികരണങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? എങ്ങനെ മുന്നിലേക്ക് പോകും? ഈ റിപ്പോർട്ടിന്റെ ഭാവി ഇനി എന്തായിരിക്കും? ഞാൻ മുഴുവനും വായിച്ചു കഴിഞ്ഞിട്ടില്ല, ഒരു പകുതിയെ വായിച്ചിട്ടുള്ളൂ. ഇതൊക്കെ കോമൺ ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അതിലേതെങ്കിലും തരത്തിൽ ഇപ്പൊ നേരത്തെ ആളുകളൊക്കെ ചർച്ച ചെയ്തതുപോലെ ഉള്ള വ്യക്തിഗതമായ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള പരാമർശങ്ങളൊന്നും നമ്മളിൽ കണ്ടില്ല. പക്ഷെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ കുറേയും കൂടിയും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് താനും. സിനിമ മേഖലയില് തന്നെ ടോട്ടലായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മാഫിയവൽക്കരണം, അതായത് ഈ കോർപ്പറേറ്റ് വൽക്കരണം എന്ന് പറയില്ലേ നമ്മള്, അതുപോലൊരു സംഭവം. പിന്നെ ഇത്രയധികം പണമൊക്കെ ഒഴുകുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഒരുപാട് ആളുകൾക്ക് ജോലിയും ഒരുപാട് പണത്തിന്റെ സാധ്യതകളും ഒക്കെ ഉള്ള ഒരു ഇൻഡസ്ട്രി എന്ന നിലയിൽ അത് നേരിടുന്ന ഒരുപാട് കാര്യങ്ങളുമുണ്ട്. പക്ഷെ അപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് തൊഴിലാളികൾ വർക്ക് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്ന നടിമാരോ നടന്മാരോ വലിയ നടന്മാരോ അല്ലാത്ത ചെറിയ നടന്മാര്, ജൂനിയർ ആർട്ടിസ്റ്റുകള്, മറ്റു ക്രൂ മെമ്പേഴ്സ്, തിരക്കഥ എഴുതുന്ന ആളുകള്, പടം വരയ്ക്കുന്ന ആളുകൾ തുടങ്ങി എത്രയോ മനുഷ്യർ, കലാകാരന്മാര് അല്ലാത്ത ആളുകള്, അപ്പൊ ടെക്നിക്കൽ സ്റ്റാഫ്, അപ്പൊ അവരുടെയൊക്കെ അതിൽ സ്ത്രീകളുണ്ട് ധാരാളം. അപ്പൊ ആ സ്ത്രീകൾക്ക് അവരും ഇത്തരത്തിലുള്ള പലതരത്തിൽ അവരൊരിക്കലും എന്ത് ചെയ്യല്ല, അവരൊരിക്കലും അവരുടെ തൊഴിലെന്ന രീതിയിൽ നിൽക്കുന്ന ആളുകളാണ്. അവർക്ക് സിനിമയുടെ ക്യാമറയ്ക്ക് പുറകിൽ നിൽക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് ഉണ്ടാകുന്ന ഒരു അപരപാളിയിൽ ഉണ്ടാകുന്ന മറ്റ് മോഹഭംഗങ്ങളോ ഒന്നുമില്ല. ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു തൊഴിൽ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് കേരളം സംബന്ധിച്ച് 1800ഓളം വരുന്ന നിയമങ്ങൾ അത് ഏത് റെസ്പെക്റ്റീവ് ഓഫ് ഏത് സർക്കാരും ആണെങ്കിലും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് ഓരോ ഘട്ടത്തിലും നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ നിയമനിർമ്മാണങ്ങളുടെ ഫലം തന്നെയാണ് ഈ കേരളത്തിന്റെ ഇന്നത്തെ ഒരു ഉയർന്ന സാമൂഹ്യമായിട്ടുള്ള ഒരു ബോധവും അതിന്റെ ഒരു തൊഴിൽ സംവിധാനത്തിലെ ഈ എന്താ പറയാ വേതനവും അച്ചടക്കവും മറ്റ് സൗകര്യങ്ങളെല്ലാം. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഈ റിപ്പോർട്ടിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യുകയും ഗവൺമെന്റ് അതിനോട് ഗൗരവമായ രീതിയിൽ ഇതിന് എനിക്കറിയില്ല, മന്ത്രി പറയുന്ന ഒരു കോൺക്ലേവ് എന്തുമായിക്കോട്ടെ, പേരെന്ത്, ഇപ്പൊ ഈ കോർപ്പറേറ്റിസത്തിന്റെ കാലത്ത് ഒരു പേരാണ് ഈ കോൺക്ലേവ് എന്നൊക്കെ പറയുന്നത്. ഈ കോൺക്ലേവുകളൊക്കെ വരുന്നതിന് മുമ്പ് ഇവിടെ നിയമനിർമ്മാണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാത് മേഖലയിലെ കൺസേൺഡ് ആയിട്ടുള്ള ആളുകളുടെയും അത് ബാധിക്കുന്ന ആളുകളുടെയും അഭിപ്രായം പരിഗണിക്കുകയും സർക്കാരിന്റെ പൊതു അവലോകനം. ഹലോ പറഞ്ഞോളൂ, കേൾക്കാം, പറഞ്ഞോളൂ. അപ്പൊ അതാണ് നമ്മൾ എന്ത് ചെയ്യണത് ഇക്കാര്യത്തില് പരിഗണിക്കേണ്ടത്. കോൺക്ലേവ് നടത്തി ഇന്നത്തെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പൈസ ഒന്നും കളയണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷെ ഇതിനൊരു ഇഫക്റ്റീവായിട്ടുള്ള ഒരു നടപടി വേണം. ആ നടപടി ഒരുപാട് ജീവിതങ്ങളെ, ഒരുപാട് മനുഷ്യരെ, അവരുടെ തൊഴിൽ അവകാശങ്ങളെ സംരക്ഷിക്കാനും അത് ദീർഘകാലത്തേക്ക് ആ നടപടിയിലേക്ക് എങ്ങനെ എത്താൻ പറ്റും എന്നുള്ളതും ഒരു ചോദ്യമല്ല അഡ്വക്കേറ്റ് ടി ബി മിനി. അതായത് ഇതിൽ ഒരുപാട് പേർ മൊഴി നൽകിയിട്ടുണ്ട്. അപ്പോൾ മന്ത്രി തന്നെ പറയുന്നുണ്ട് പരാതിയുമായിട്ട് ആര് രംഗത്തെത്തിയാലും നടപടി എടുക്കാം. പക്ഷെ അങ്ങനെ പരാതിയുമായിട്ട് എത്തുമോ? അങ്ങനെ പൊതുസമൂഹത്തിൽ എത്തുമോ? ഞാൻ പറയുന്ന ആസ്പെക്ട് അതല്ല, നിങ്ങൾ അത് തെറ്റായി തിരിച്ചുക. അതായത് ഒരു വ്യക്തിക്കെതിരെ കൊടുക്കുന്ന ഒരു പരാതിയുമായി ബന്ധപ്പെട്ടുള്ള ക്രിമിനൽ നടപടികളെ കുറിച്ച് നിങ്ങൾ പറയണം. പക്ഷെ ഞാൻ പറയുന്നത് അതല്ല. ഒരു കോമൺ ആയിട്ട് ഇപ്പോ ഈ 233 പേജുള്ള ഈ സജഷൻസും അവരുടെ അനലൈസിങ്ങും അതുമായി ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻസും ആ റെക്കമെൻഡേഷൻസിന്റെ അടിസ്ഥാനത്തിൽ ഒരു നിയമനിർമ്മാണം നടക്കണം. ആ നിയമനിർമ്മാണം ഉണ്ടായാൽ മാത്രമേ ഇനി അങ്ങനത്തെ വിഷയങ്ങൾ ഇല്ലാതിരിക്കാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. ഇനി അങ്ങനെ ഒരു വിഷയം ഉണ്ടായാൽ അതിന്റെ ഒരു പ്രൊട്ടക്ഷൻ പെൺകുട്ടികൾക്ക് ഉണ്ടാകാൻ സാധിക്കുള്ളൂ. അതിനെ കുറിച്ചാണ് നമ്മൾ പോസിറ്റീവായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പൊ എങ്ങനെ ഒരുത്തന്നെ നമ്മള് കുഴിച്ചാടിക്കാം, അല്ലെങ്കിൽ അവനെതിരൊരു പരാതി ഉണ്ട്, അവനെങ്ങനെ, അപ്പൊ അതൊക്കെ നമ്മൾക്ക് ഈ വാർത്തയ്ക്ക് ഉണ്ടാക്കുന്ന ഇൻട്രസ്റ്റുകൾക്ക് അപ്പുറം സൊസൈറ്റിയിൽ അതിന്റെ ഒരു റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ കാണേണ്ടത് ആസ് എ ഹോൾ നാളെ ഒരു പെൺകുട്ടിക്ക് ഏതെങ്കിലും സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ട ഒരു തൊഴിൽ സുരക്ഷിതമായി ചെയ്തു പോകാനായിട്ട് കഴിയണം. ഒരു സ്ഥലത്ത് സുരക്ഷിതത്വമൊന്നും ഇല്ലാന്ന് നമുക്കറിയാം. ഇപ്പൊ ഡോക്ടർമാരുടെ അടുത്ത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനുള്ള. പക്ഷെ അപ്പോഴും ഒരു നിയമനിർമ്മാണത്തിന്റെ ആവശ്യകത ഇതിൽ ഏറ്റവും കൂടുതലായിട്ടുണ്ട്. അതിന് സർക്കാർ മുൻകൈയെടുക്കണം. അതാണ് ഇതിന്റെ റിസൾട്ടായിട്ട് വരേണ്ടത്. തീർച്ചയായിട്ടും വളരെ നന്ദി ശ്രീ അഡ്വക്കേറ്റ് ടി ബി മിനി ഞങ്ങളോട് പ്രതികരിച്ചതിന്.